ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്റർണലൈസേഷനകത്ത് ICU പ്ലൂറൽ അല്ലെങ്കിൽ സെലക്ട് ICU പ്ലൂറൽ ആൻഡ് സെലക്ട് എന്ന് പറയുന്ന രണ്ട് മൂന്ന് കാര്യങ്ങളാണ്. അപ്പം ഞാൻ ഈ കമൻസിൽ എഴുതുന്ന ഒന്ന് ശ്രദ്ധിച്ചോ. ഈ പ്ലൂറൽ എന്ന് പറയുന്നത് യൂസ് ഓഫ് പ്ലൂറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് ഒരു ഡിഫറെൻറ്റ് ലാംഗ്വേജസും ഡിഫറെൻറ്റ് പ്ലൂറൈസേഷൻ ആയിരിക്കും ഉള്ളത്. പ്ലൂറലിനകത്ത് നമ്മൾ എഴുതുമ്പം അതിൻ്റെ ഒരു സിൻടാക്സ് എന്ന് പറയുന്നത് ആദ്യം കമ്പോണൻറ്റ് വേരിയബിൾ ആയിരിക്കും വരിക. അതായത് ഏത് കമ്പോണൻറ്റ് വേരിയബിളാണ് നമ്മുടെ കമ്പോണൻറ്റ് വേരിയബിൾ ആയിരിക്കും വരിക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പ്ലൂറൽ വരും. അത് കഴിഞ്ഞിട്ട് 0 ആണെങ്കിൽ എന്ത് മെസ്സേജ് ആണ് വരിക, 1 ആണെങ്കിൽ മെസ്സേജ് 2, അതർ ആണെങ്കിൽ മെസ്സേജ് 3. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു. അപ്പോൾ നിങ്ങൾ ചോദിക്കുക എന്താണ് ഈ പ്ലൂറൽ എന്ന് ഞാൻ ആദ്യം പറയാം. പ്ലൂറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ നമുക്കിപ്പം ഒരു വേരിയബിൾ ഉണ്ട്. ആ വേരിയബിൾ ഇപ്പം നമുക്കിപ്പോൾ ഒരു ഡേറ്റ അപ്ഡേറ്റ് ചെയ്യാണ് നമ്മൾ. ആ ഡേറ്റ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു മെസ്സേജ് യൂസറിന് കാണിക്കണം. അപ്പം ഡേറ്റ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ 0 minutes ആണ് വരുന്നതെങ്കിൽ നമുക്ക് പറയണം 0 minutes ago എന്ന് പറയണം, അല്ലെങ്കിൽ ജസ്റ്റ് നൗ ആണ് ഡേറ്റ അപ്ഡേറ്റഡ് എന്ന് പറയണം. 1 minute ആണെങ്കിൽ 1 minute ago അപ്ഡേറ്റ് ചെയ്തു എന്ന് പറയണം. നമ്മൾ ഡേറ്റ അപ്ഡേറ്റ് ചെയ്തിട്ട് കുറേ നേരമായിട്ടുണ്ടെങ്കിൽ ഡേറ്റ അപ്ഡേറ്റ് ചെയ്ത് ഇത്ര മിനിറ്റ്സ് ആയെന്ന് പറയണം. അപ്പോൾ ഇത് നമ്മൾ ഈ ഫെൽസിൽ നമ്മൾ എഴുതേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിൽ എഴുതേണ്ട ഒരു കാര്യം നമ്മൾ പ്ലൂറൽ വെച്ചിട്ടാണ് എഴുതാൻ പോകുന്നത്. ഞാനത് എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് ഇവിടെ കാണിച്ചു തരാം. ഇവിടെ ഞാൻ ഐ എഴുതാൻ പോവാണ്. ഐ എഴുതുമ്പം മിസ്റ്റർ മിനിറ്റ് എഗോ എന്ന് കാണിച്ചു, അതായത് ഐ മിനിറ്റ് എഗോ എന്ന് കാണിച്ചു. ഇനി 0 എഴുതുവാണെങ്കിൽ ഇവിടെ താഴെ ഈ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നതാണ് ജസ്റ്റ് നൗ ആണ്. ജസ്റ്റ് നൗവിൻ്റെ ഫ്രഞ്ച് സ്റ്റേറ്റ്മെൻ്റ് ആണ് അത്. 1 ആണെന്നുണ്ടെങ്കിൽ മിനിറ്റ് UN എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 minute ago. ഓക്കെ, അപ്പം ഈ സംഭവം എങ്ങനെയാണ് ഞാൻ എഴുതിയേക്കുന്നതെന്ന് കാണിച്ചു തരാം. അതിനകത്ത് അപ്ഡേറ്റഡ് ഐ എന്ന് പറയുന്നത് നമ്മുടെ കമ്പോണൻറ്റ് വേരിയബിൾ ആണ്. ഐയുടെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് വേണം പ്ലൂറൽ വർക്ക് ചെയ്യാൻ. അതിനുശേഷം പ്ലൂറൽ എന്ന് എഴുതി. പ്ലൂറലും സെലക്ടും എന്ന് പറയുന്ന ISUയുടെ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് ക്ലോസസ് ആണ്. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന പ്ലൂറൽ ആയതുകൊണ്ട് പ്ലൂറൽ എന്ന് എഴുതി. ഈക്വൽ ടു 0 എന്ന് എഴുതി. ഈക്വൽ ടു 0 ആണെങ്കിൽ ജസ്റ്റ് നൗ വരും. ഈക്വൽ ടു 1 ആണെങ്കിൽ ഇവിടെ കോമയൊന്നും ഇടരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്ലൂറൽ കഴിഞ്ഞാൽ പിന്നെ കോമയില്ല. ഈക്വൽ ടു 1 ആണെങ്കിൽ 1 minute ago. അതുപോലെ നമുക്ക് 2 എഴുതാൻ പറ്റും. ഈക്വൽ ടു 2 എന്ന് പറഞ്ഞിട്ട് എഴുതാൻ പറ്റും. പിന്നെ അതർ എന്ന് പറയുന്നത് ഇതിനകത്ത് നമ്മുടെ ഡബിൾ കേർലി ബ്രേസസ് ഉണ്ടല്ലോ, ഇത്ര മിനിറ്റ്സ് എഗോ എന്ന് പറയുന്നതാണ് അതിന് വേണ്ടത്. അപ്പോൾ അതിന് ഞാൻ എന്ത് എഴുതി, നമ്മുടെ ഇൻ്റർപൊളേഷൻ ആയിട്ട് ഐ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ഐ മിനിറ്റ് എഗോ എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ഇത് ഇത്ര എഴുതി കഴിയുമ്പോൾ നമ്മൾ NG extract I80 എന്ന് പറയുന്ന നമ്മുടെ സ്ഥിരമായിട്ട് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യും. നമ്മുടെ ബാക്കി 2 വീഡിയോസിലും പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യും. എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ഈ കാണുന്നത്. ഈ വരുന്നതാണ് ആ സ്റ്റേറ്റ്മെൻറ്റ്. ഈ 2 ട്രാൻസ് യൂണിറ്റ് ആണ്, ഈ 2 ട്രാൻസ്ലേഷൻ യൂണിറ്റ് ആണ് ജനറേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്ഡേറ്റഡ് എന്ന് പറയുന്ന ടെക്സ്റ്റ്, നമ്മളിപ്പോൾ ഇവിടെ എഴുതിയേക്കുന്ന അപ്ഡേറ്റഡ് എന്ന് പറയുന്ന ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഇത് സിമ്പിൾ ടെക്സ്റ്റ് ആണ്. അപ്പോൾ ആദ്യം അതിനൊരു I18 എഴുതും, പിന്നെ എൻ്റയർ പ്ലൂറലിന് അടുത്ത ട്രാൻസ് യൂണിറ്റ് ജനറേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ട്രാൻസ്ലേഷൻ യൂണിറ്റ് ജനറേറ്റ് ചെയ്യും. XID ICU ഈക്വലൻറ്റ് ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ സാധനമാണെന്നും പറഞ്ഞ് ഇവിടെ വരും. അവിടെ വാർ പ്ലൂറലിൻ്റെ ഈക്വലൻറ്റ് ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതെന്ന് പറയുന്നത് ഇവിടെയും വരും. ഓക്കെ, ഇതിനകത്ത് വലിയ കാര്യമായിട്ടൊന്നും പറയാനും ചെയ്ത് കാണിക്കാനും ഇല്ല, അതുകൊണ്ടാണ് ചെയ്ത് വെച്ചിട്ട് കാണിച്ചത്. ഇനിയും അതുപോലെ തന്നെ പ്ലൂറലിലെ രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമുക്ക് ഇവിടെ ലെറ്റേഴ്സ് ആണ് യൂസ് ചെയ്തത്. അതിനുപകരം 0 നമുക്ക് ഉപയോഗിക്കാം. 0, 1,
ടു, ഫ്യൂ, മെനി, അതർ. ഇത്രയും കാര്യങ്ങളിലൂടെ പ്ലൂറലിനകത്ത് യൂസ് ചെയ്യാൻ പറ്റും. 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാല്യൂ 0 ആവുന്ന സമയത്ത്, 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാല്യൂ 1 ആവുന്ന സമയത്ത്, 2 എന്ന് പറഞ്ഞാൽ വാല്യൂ 2 ആവുന്ന സമയത്ത്, ഫ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാല്യൂ ഫ്യൂ ആവുന്ന സമയത്ത്, മെനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെനി എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ലാർജ് നമ്പർ വരുന്ന സമയത്ത്, ഇവിടെ അതർ എന്ന് പറയുന്ന ഡിഫോൾട്ട് ക്വാണ്ടിറ്റി. സീറോ എന്ന് പറയുമ്പം ഇവിടെയും മാറി, ഇവിടെയും മാറി. ഇത് രണ്ടുമാണ് സീറോയുടെ ആദ്യത്തെ നമ്മൾ കാണിച്ചതും സീറോ എന്ന് പറയുന്നതും ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റാ. ഇത് കണ്ടോ, 1 minute ago, മിസ് എ മിനിറ്റ് ago എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. ഇത് വർക്ക് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ ഇത്ര ഓർത്താൽ മതി. നമ്മൾ സ്വിച്ചോ അല്ലെങ്കിൽ ലീഫൽ സ്റ്റേറ്റ്മെൻറ്റിലോ എഴുതുന്ന ഒരു കാര്യമാണ് പ്ലൂറലിൽ എഴുതിയേക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് സെലക്ട് ആണ്. സെലക്ട് എന്ന് പറയുന്നത് നമുക്ക് റേഡിയോ ബട്ടണോ അതല്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം, ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ എനിക്കിവിടെ മെയിൽ എന്ന് എഴുതി, ആ മെയിൽ എന്ന് എഴുതുമ്പം എനിക്ക് ജെൻഡറിൻ്റെ അവിടെ എം എന്ന് വരണം. ഇവിടെ ഫീമെയിൽ എന്ന് എഴുതുമ്പം ജെൻഡറിൻ്റെ അവിടെ എഫ് എന്ന് എഴുതണം. വേറെ എന്ത് എഴുതിയാലും അവിടെ ഓ എന്ന് പറഞ്ഞു വരണം. ഇതാണ് എൻ്റെ റിക്വയർമെൻറ്റ്. അത് പ്ലൂറൽ വെച്ച് എഴുതാൻ പറ്റില്ല, കാരണം ഇതെന്താണ്, ഒരു ടെക്സ്റ്റാണ്. പ്ലൂറൽ കൂടുതൽ നമ്പറിലാണ് വർക്ക് ചെയ്യുക. അപ്പോൾ ഇത് ടെക്സ്റ്റ് ആവുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുക സെലക്ട് ആണ്. ദ ഓദർ ഇസ്, നമ്മൾ ആദ്യം ഇതിനകത്ത് പാസ് ചെയ്തുള്ള കമ്പോണൻറ്റ് വേരിയബിൾ പാസ് ചെയ്യും, അതായത് ജെൻഡർ പാസ് ചെയ്യും. അതിനുശേഷം നമ്മളിവിടെ പ്ലൂറൽ പാസ് ചെയ്തതിന് പകരം ഇവിടെ സെലക്ട് എന്ന് പറഞ്ഞ് പാസ് ചെയ്യും. അതിനുശേഷം നമ്മൾ പറയും മെയിൽ എന്നാണ് ടൈപ്പ് ചെയ്തെങ്കിൽ എം എന്നും പറഞ്ഞ് കാണിക്കണം, ഫീമെയിൽ എന്നാണ് ടൈപ്പ് ചെയ്തെങ്കിൽ എഫ് എന്നും പറഞ്ഞ് കാണിക്കണം, അതർ എന്നാണ് ടൈപ്പ് ചെയ്തെങ്കിൽ ഓ എന്നും പറഞ്ഞ് കാണിക്കണം. ഇത് പക്ക സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് ആണ്. ഒരു സ്വിച്ച് സ്റ്റേറ്റ്മെന്റിൽ എഴുതിയേക്കുന്ന സാധനമാണ് ഇത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ അല്ലാതെ എഴുതുവാണെങ്കിൽ ഒരു സ്വിച്ച് സ്റ്റേറ്റ്മെന്റിൽ എഴുതണം. സ്വിച്ച് സ്റ്റേറ്റ്മെന്റിൽ എഴുതിയേക്കുന്ന പോലെ എഴുതണം. ഓക്കെ, അതാണ് ഇവിടെ വന്നിട്ട് നമുക്ക് ഈ കാണിച്ചേക്കുന്ന ഈ ജെൻഡർ എൽ എന്ന് പറഞ്ഞിട്ട്. ഇത്രയും നമ്മൾ എഴുതി കഴിയുമ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ng extract i18n എന്ന് പറയുന്ന കമാൻഡ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യും. എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ ഈ ഒരു ട്രാൻസ് യൂണിറ്റ് ജനറേറ്റ് ചെയ്യും. ഇതിനകത്ത് ഓതർ ഇസ് എന്ന് പറഞ്ഞിട്ട് വരും, അതിന് ഡിക്കുലൻ ടെക്സ്റ്റ്. ഇതിൻ്റെ ടാർഗറ്റ് ഞാൻ ആഡ് ചെയ്തതാണ്. ടാർഗറ്റ് നമ്മൾ ആഡ് ചെയ്യണം ഫ്രഞ്ചിൽ. അതിനകത്ത് ടാർഗറ്റ് എന്ന് പറയുന്നത് മെയിൽ, അത് സെയിം തന്നെയാണ് ഞാൻ കൊടുത്തേക്കുന്നത് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. പിന്നെ കോണ്ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി വരുന്ന കാര്യങ്ങളാണ്. ഇത്രയാണ് പ്ലൂറലും സെലക്റ്റും ആയിട്ടുള്ളത്. ഇത്രയും കൂടെ കഴിയുമ്പോൾ ഇൻ്റർണലൈസേഷൻ്റെ ഏകദേശം എല്ലാ പാർട്സും നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട് അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ കവർ ചെയ്യാൻ മിസ് ചെയ്ത് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമൻസിലിട്ടാൽ മതി, അത് പിന്നീട് കവർ ചെയ്യാം. നിങ്ങൾക്ക് ഇനി ഇതുപോലത്തെ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതെനിക്ക് ഭയങ്കര ഒരു പ്രോത്സാഹനമായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.